പ്രാവൻകൂടി ഷാപ്പ് കണ്ട എല്ലാവർക്കും ഈ കുട്ടി ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കിട്ടി. മൃതിക എന്ന് വിളിക്കണോ രഹ്ന എന്ന് വിളിക്കണോ? ഇറ്റ്സ് ലൈക്ക് ചാന്ദിനി. തമിഴ്നാട്ടിൽ എങ്ങനെ ഇത്ര ഫാൻസ് ഉണ്ടായപ്പോ? അതെങ്ങനെ അറിയാം? ഉണ്ടോ എനിക്കറിയില്ല. തമിഴിൽ പിന്നെ തോന്നുന്ന ഇമോഷൻ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. ബേസ് ലെറ്റർ എങ്ങനെയായിരുന്നു സെറ്റില്? ഭയങ്കര ഫണ്ണാണ്. നിങ്ങൾ യൂണിവേഴ്സിലൊക്കെ എൻ്റർ ആയതൊക്കെ എല്ലാവരും അറിഞ്ഞു. താങ്ക് യു സോ മച്ച്. ബേസ് ലെറ്റർ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കാൻ നോക്കുമ്പോൾ തിരിച്ച് ഞാൻ ഇങ്ങനെ അങ്ങനെ പറയുന്ന പറഞ്ഞാൽ ഒന്നുമില്ല അങ്ങനെ ഓൺ സ്ക്രീനെക്കാട്ടും ഓഫ് സ്ക്രീനുള്ള ഒരു പെർസോണയാണ് ഇവരുടെയൊക്കെ കുറച്ചും കൂടെ എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ എന്നോട് പേഴ്സണലി പറയുന്നത് ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഇങ്ങനത്തെ ഒരു വേരിയേഷൻസും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ ഇത്ര ഇതിട്ട് ചെയ്യുന്നതും. പിന്നെ ഞാൻ ഡബ് ചെയ്തത് ഫസ്റ്റ് ടൈം ആണോ ഡബ് ചെയ്യണപ്പോ? ഇല്ല, എൻ്റെ എല്ലാ സിനിമയും ഡബ് ചെയ്തിട്ടുണ്ട്. ആരും വിശ്വസിക്കുന്നില്ല. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. പ്രാവൻകൂടി ഷാപ്പ് കണ്ട എല്ലാവർക്കും ഈ കുട്ടി ഭയങ്കര സ്പെഷ്യലായിരുന്നു. ആ കുട്ടിയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ കുട്ടി മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകൾ തപ്പി നമ്മൾ പോയി. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ കുട്ടി എത്രത്തോളം സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഹിറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളത്. സോ ലെറ്റ് മീ വെൽക്കം ചാന്ദിനി ശ്രീധരൻ. സോ വെൽക്കം. ഹായ്, താങ്ക് യു. ഈ മൃതിക എന്ന് വിളിക്കണോ രഹ്ന എന്ന് വിളിക്കണോ? ഇറ്റ്സ് ലൈക്ക് ചാന്ദിനി. ശരിക്കും ഈ പേരൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ചാന്ദിനി എന്നാണ് എൻ്റെ പേര്. വേറെ സിനിമകൾ ചെയ്തിട്ടുള്ളപ്പോൾ അതിൻ്റെ സമയത്ത് അവർ ജസ്റ്റ് ഇട്ടതായിരുന്നു. പക്ഷെ ക്രെഡിറ്റ് വൈസ് സിനിമയിൽ ക്രെഡിറ്റ് ചെയ്തത് ചാന്ദിനി ആയിട്ടാണ്. ഈ ശരിക്കും പ്രാവൻകൂടി കണ്ടപ്പോൾ എല്ലാവരും ഈ മേക്കപ്പിനെ പറ്റിയിട്ട് സംസാരിക്കണ്ടായിരുന്നു. ആദ്യമായിട്ടല്ലല്ലോ അങ്ങനെ മേക്കപ്പ് ചെയ്യണം. ഇപ്പം ഡാർവിൻ്റെ പരിണാമത്തിലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. ശരിക്കും എന്താ ഫസ്റ്റ് റിയാക്ഷൻ കൊടുത്ത് ഇങ്ങനെ നമുക്ക് ടോൺ ഡൗൺ ചെയ്യണം മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ? എനിക്ക് ഇഷ്ടമാണ് വേറെ വേറെ ലുക്സും ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പം ഒരു സിനിമയിലും ഞാൻ എൻ്റെ പോലത്തെ രീതിയിൽ എന്നെ ഫിസിക്കലി കാണാനുള്ള രീതിയിൽ റിയൽ ലൈഫിൽ കാണുന്ന രീതിയിൽ ചെയ്തിട്ടില്ല. ഇപ്പം CIA ടാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമയിലും ഒരു സം ടൈപ്പ് ഓഫ് ഡൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് ആ ക്യാരക്ടറിനെ അവർ അങ്ങനെയാണ് ഡയറക്ടർ വിഷ്വലൈസ് ചെയ്യുന്നത്. പ്രാവൻകൂടി ഷാപ്പിന് മെറിൻ്റെ ഒക്കെ കുറച്ചും കൂടെ എക്സ്ട്രീം ഡിഫറൻസ് ഉണ്ട്. അത് ഡയറക്ടർ ശ്രീരാജിൻ്റെ വിഷനാണ്. ഐ തിങ്ക് അത് ക്യാരക്ടറിന് കുറച്ചും കൂടെ ആഡ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ചില ആൾക്കാർ ചോദിച്ചിരുന്നു ലൈക്ക് ഇന്ന് റൂറൽ എന്ന് പറഞ്ഞാൽ എന്താ ടാൻ എന്നാണോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരു ക്വർക്കിയാണ് ക്യാരക്ടർ. സിനിമ ഉണ്ടായിരുന്നോ? സിനിമ ഉണ്ടെങ്കിൽ യു നോ ദറ്റ് ഷീസ് വെരി ക്വർക്കി. അപ്പം അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പം മുടിയാണെങ്കിലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. മുടിയൊക്കെ ഫുൾ കേൾസ് ആക്കാന്ന് പറഞ്ഞ ആരുടെ ഐഡിയ ആയിരുന്നു? ഡയറക്ടറിൻ്റെ തന്നെയായിരുന്നു. റോണക് ഷെറിൻ്റെ ടീമാണ് എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷെ ഡയറക്ടറിൻ്റെ വിഷൻ ആയിരുന്നു. ലൈക്ക് ബിക്കോസ് മുടി അങ്ങനത്തെ അതുപോലെ ഈ നോർമൽ കേൾസ് അല്ല, ലൈക്ക് കുറച്ചും കൂടെ നാച്ചുറലി കേളി ഹെയർ ഉള്ള ആൾക്കാരുടെ ടെക്സ്ചർ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സ്റ്റൈലൈസ്ഡ് ആയിട്ടല്ല, ലൈക്ക് ഒരു നാച്ചുറലി ഉണ്ടാകുമ്പോൾ ഒരു ടെക്സ്ചർ ഉണ്ടാവും, അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സിനിമ കണ്ടിട്ട് കിട്ടുന്ന ഏറ്റവും നല്ല ഫീഡ്ബാക്സ് ഒക്കെ എന്താ ആളുകൾ റിയാക്ട് ചെയ്യണ സിനിമ കണ്ടിട്ട്? ആൾക്കാർക്ക് ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിന് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമയിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ആൾക്കാർക്ക് അതിനൊരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഡിഫറൻസും ഒരു നോൺ ലീനിയർ ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ പിന്നെ ഷൈജുക്കേൻ്റെ ആണ് ഫ്രെയിംസ്. സോ ഷൈജുക്കേൻ്റെ അത് ഐ തിങ്ക് വിഷ്വലി വിഷ്ണു ഗോവിന്ദ് ഓഡിയോ ആൻഡ് മ്യൂസിക് വിഷ്ണു വിജയൻ്റെ ഒക്കെ വരുമ്പം എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ലൈക്ക് ഞാൻ ഇങ്ങനെ കുറച്ച് അന്തം വിട്ടാണ് നിൽക്കുന്നതെന്ന്. ഞാൻ ഡബ്ബിങ് ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ പോർഷൻസ് ആണ് കണ്ടത്. ഡയറക്ടറിനുണ്ടായിരുന്നു ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് കാണണമെന്ന്. അപ്പം ഓഡിയൻസിന് ഇപ്പം ഇൻട്രോ ആണെങ്കിലും എന്നോട് പേഴ്സണലി പറയുന്നത് ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഇങ്ങനത്തെ ഒരു വേരിയേഷൻസും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ ഇത്ര ഇതിട്ട് ചെയ്യുന്നതും. പിന്നെ ഞാൻ ഡബ് ചെയ്തത് അത് ആൾക്കാർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അതാണ് എന്നോട് പേഴ്സണലി പറയുന്നത്. ഇല്ല, എൻ്റെ എല്ലാ സിനിമയും ഡബ് ചെയ്തിട്ടുണ്ട്. ആരും വിശ്വസിക്കുന്നില്ല. ഈ അമേരിക്കൻ ആക്സെന്റ് ശരിക്കും ഈ ഇന്റർവ്യൂസിലൊക്കെ അടിയിൽ തന്നെ കുറെ കമന്റുകളുണ്ട്, ഭയങ്കര അടിപൊളി ആക്സെന്റ് ആണ്. ശരിക്കും സിനിമയിലൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെ ഇത് മാച്ച് ചെയ്യണം? കാരണം ഭയങ്കര നല്ല മലയാളമൊക്കെ പറയേണ്ട ഒരു ഇപ്പൊ കേൾട്ട 10 എക്സാക്ട് വേറെ മലയാളമാണ്. ഡാർവിൻ്റെ കുറച്ചുകൂടെ വേറെ കൈൻഡ് ഓഫ്. ഇതിൽ ശരിക്കും എങ്ങനെയാ മലയാളത്തിന് തന്നൊരു റെഫറൻസ്? ഇത് തൃശ്ശൂർ സ്ലാങ് ആണ്. തൃശ്ശൂർ സ്ലാങ് എല്ലാവരും എനിക്ക് ചെയ്യുന്നതിന് മുന്നേ അറിയില്ലായിരുന്നു എന്തുകൊണ്ട് എല്ലാവരും ഇത്ര ബുദ്ധിമുട്ടാന്ന് പറയുന്നത്. ദേശീയ തൃശ്ശൂർ സ്ലാങ് ആണ് വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൾട്ട്. ബിക്കോസ് ഓവർ ആവാൻ ഭയങ്കര എളുപ്പമുള്ള ഒരു സ്ലാങ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എന്നെ കാണുന്ന രീതിയിലല്ലല്ലോ ഇപ്പം എൻ്റെ സിനിമയിൽ പൊർട്രേ ചെയ്തിട്ടുള്ളത്. ചാന്ദിനി അല്ല ഉള്ളത്.
അപ്പം അതുപോലെ തന്നെ ഡബ് ചെയ്യുമ്പം ആ ക്യാരക്ടറായിട്ട് അതുപോലെ സംസാരിക്കാൻ നോക്കും. ഡെഫിനറ്റ്ലി ഡയറക്ടേഴ്സിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണ്. നേരിട്ട് സംസാരിക്കുമ്പോൾ ചാന്ദിയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഇംഗ്ലീഷ് ആക്സെൻറ്റും പിന്നെ അമ്മ കോഴിക്കോട്, അച്ഛൻ കണ്ണൂരാണ്. അപ്പോൾ ആ സൈഡിലുള്ള സ്ലാങ് വരും. ഇപ്പം ആൾക്കാർ പറയുന്നത് ഇപ്പം മലബാർ അല്ലെങ്കിൽ കോഴിക്കോട് സ്ലാങ് അത്ര ഇല്ലാന്ന്, ചിലപ്പം എന്തൊക്കെയോ ന്യൂട്രലായി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഓരോരുത്തർ ഓരോ സ്ഥലത്തു നിന്നല്ലേ. പിന്നെ തൃശ്ശൂർ സ്ലാങ് ഇപ്പോൾ ചെയ്തത് ഡയറക്ടറിൻ്റെ ഹെൽപ്പിൽ നിന്നാണ്. ആൾ തൃശ്ശൂർ സൈഡിൽ നിന്നാണ്. ആളാണ് എല്ലാവരെയും ഡബിങ്ങിന് ഹെൽപ്പ് ചെയ്തത്. അത് ഓവറാവാൻ പാടില്ല. പിന്നെ ഈ ക്യാരക്ടർ കുറേ എന്താ പറയുക, ഒരു വേരിയേഷൻസിലാണ് സംസാരിക്കുക. പിന്നെ ഈ സിനിമയിൽ സീൻ കോമഡി ആണെങ്കിൽ ഡയലോഗ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും. അപ്പം അങ്ങനത്തെ അതൊക്കെ ബാലൻസ് ചെയ്തിട്ടാണ് ചെയ്തത്. അത് അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലാണ് തോന്നുന്നു. ലൈക്ക് ഡയറക്ടറിന് അത് ഇഷ്ടമായി. അപ്പം ആ സ്ലാങ് പിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്തപ്പം ചെയ്യാൻ പറ്റി. ഈ തമിഴ്നാട്ടിൽ എങ്ങനെ ഇത്ര ഫാൻസ് ഉണ്ടായപ്പോ? ഉണ്ടോ എനിക്കറിയില്ല. അല്ല, ഈ പൊതുവെ നമ്മൾ കാണുമ്പോൾ തമിഴ് ഇന്റർവ്യൂസിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറെ വീഡിയോസ് വരുമ്പോ ഭയങ്കര BGM ഒക്കെ ഇട്ട് അവര് കുറെ ഏത് വീഡിയോ ആണ് പറയുന്നത്? മറ്റേതായിരിക്കല്ലോ, എനിക്ക് തോന്നുന്നു കല്യാണത്തിന് വന്ന വീഡിയോ തോന്നുന്നു. അപ്പൊ തമിഴ്നാട്ടിൽ എങ്ങനെ ഇത്ര ഫാൻസ് ഒക്കെ? ആ വീഡിയോ ഞാൻ എന്താ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയതാണ്. ഡയറക്ടറാണ് വിഷ്ണു മോഹൻ, മേപ്പടിയാൻ്റെ ഒക്കെ ഡയറക്ടർ. അതെ, ആളുടെ കല്യാണത്തിന് വിളിച്ചപ്പോൾ പോയി. ഞാൻ ആ ടൈമിൽ ജസ്റ്റ് നാട്ടിൽ വന്നിരുന്നു. എൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി. അപ്പം വന്നപ്പം ലൈക്ക് പോയതാണ്. അന്ന് രാവിലെ പെട്ടെന്ന് റെഡി ആയിട്ട് പോയതാണ്. ഇത് ഇത്രയും ഇങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഇതായി. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലും ഐ ഗസ് തമിഴിൽസ് പിന്നെ തോന്നുന്ന ഇമോഷൻ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. ലൈക്ക് അതുകൊണ്ടായിരിക്കും. ഇൻബോക്സിൽ കമന്റ്സ് ഒക്കെ മെസ്സേജ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ പക്ഷെ കുറേ റീൽസ് ആയിരുന്നു ആ ടൈമിൽ. ലൈക്ക് അത് അതിൻ്റെ എന്തോ റീൽ കണ്ടിട്ടാണ് അമ്പൊക്കെയാണ് അത് കണ്ടത്. പക്ഷേ നമ്മൾ പ്രൊഡ്യൂസറെ കണ്ടിട്ട് ഇവർ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്യാൻ നോക്കുമ്പം സാരി ഇട്ടിട്ടാണല്ലോ. അപ്പം എനിക്കറിയില്ല, അങ്ങനെ ആളെങ്ങനെ അയച്ചു കൊടുത്തപ്പോഴാണ് ഡയറക്ടറിനും അത് കണ്ടിട്ടാണ് ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് എൻ്റെ ഇടയിൽ പോയിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അവർ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് അവർക്ക് ഓക്കെ, ബിക്കോസ് ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയുമല്ലോ. ലൈക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഇത്. അവിടെ ഇവിടെ ഇപ്പൊ US അവിടെ നിൽക്കുമ്പോൾ ശരിക്കും മിസ് ഔട്ട് ആവുന്ന സിനിമകളും അല്ലെങ്കിൽ നമ്മൾ റീച്ച് ഔട്ട് ചെയ്യാത്ത സിനിമകളുടെ എണ്ണം പൊതുവെ കൂടുതലായിരിക്കും കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്. അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഈ റീച്ച് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ കുട്ടി ഇവിടെ ഉള്ളത് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അവിടെയാണെന്ന് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായത് കാസ്റ്റ് ചെയ്യാൻ, പക്ഷെ അവിടെ പോയി, അങ്ങനെ മിസ് ഔട്ട് ആയ സിനിമയുണ്ടോ? എനിക്കറിയില്ല. എന്നെ വിളിച്ച് എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ലക്ലി എന്താ സ്റ്റഡീസിനിടയിൽ വന്നു പോകുമ്പം അത് മേക്കപ്പ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു അവിടെ. എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അറിയാണ്ട് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ഇതൊരു ചെയ്ത സിനിമകൾ എനിക്ക് ചെയ്യാൻ താല്പര്യത്തോടെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അവിടെ ആകുമ്പം അവിടെയാണെന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവിടെയാണെങ്കിൽ ഇനി ടിക്കറ്റ് തരേണ്ടതാണോ ആലോചിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ വിളിക്കുമ്പോൾ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും, ഇവിടെ അല്ലല്ലോ എന്ന്. ഞാൻ കേട്ടിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് തന്നെ ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോടോ കണ്ണൂരാണെങ്കിൽ തന്നെ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവുന്നത്. അപ്പം എനിക്കറിയില്ല, ഉണ്ടാവുമായിരിക്കും, ഡെഫിനറ്റ്ലി ആ തോട്ട് ഉണ്ടാവുമായിരിക്കും. ശരിക്കും അവിടെ ആയതുകൊണ്ടാണ് ഇല്ല, ഞാൻ ആ ടൈമിൽ ഡാർവിൻ്റെ പരിണാമം ചെയ്ത് ഡബ്ബിംഗ് ഒക്കെ ഷൂട്ട് തീരാറായപ്പം അമലേട്ടൻ അങ്ങനെ അപ്പോഴേ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എല്ലാ സിനിമയിലും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി എനിക്ക് കൺവീനിയൻ്റ് ആയിരുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാൻ. ഗ്യാപ്പ് ഉണ്ടായത് ആ സിനിമ തുടങ്ങേണ്ട സമയം ഉണ്ടായിരുന്നു. പിന്നെ അവരവിടെ എത്തേണ്ട വിസയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി അവിടെ ആയിരുന്നു. അമലേട്ടൻ ആക്ച്വലി എന്നോട് ചോദിച്ചിരുന്നു എനിക്ക് മറ്റേ ക്യാരക്ടർ ചെയ്യണോ എന്നുള്ള രീതിയിൽ നാട്ടിലുള്ളത്. അപ്പം ബ്രോഡുള്ള ക്യാരക്ടർ ആണെങ്കിൽ കുറച്ചും കൂടെ ലൈക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്. അങ്ങനെയാണ് ആ സിനിമ ലൈക്ക് ആ ക്യാരക്ടറും ആ സിനിമയും ചെയ്തത്. എല്ലാ വർഷം നോക്കണേ, ഇപ്പോൾ 13, 14, 15, 16 അങ്ങനെ എല്ലാ വർഷവും റിലീസ് ഉണ്ട്. ശരിക്കും ഓരോ ടൈം ഗ്യാപ്പ് എങ്ങനെ ഇപ്പം മാനേജ് ചെയ്യണേ ഈ കറക്റ്റ് റിലീസ് ഇയേഴ്സ് ഒക്കെ? ഞാൻ ഒന്നും പ്ലാൻഡ് അല്ല, എന്തായാലും നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മളെ സിനിമ ഇപ്പം പ്രാങ്കോട് ഷാപ്പ് റിലീസ് ലൈക്ക് അത് അങ്ങനെ എല്ലാം തീർന്നു വന്നപ്പം ആ ഡേറ്റിൽ റിലീസായിരുന്നേ ഉള്ളൂ. അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല. ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. എല്ലാം കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റിലീസ് ഡേറ്റ് ഒന്നും
എന്തായാലും എൻ്റെ കയ്യിലല്ല, ആക്ടേഴ്സിൻ്റെ കയ്യിലല്ല യൂഷ്വലി ഉള്ളത്. വീട്ടിലെല്ലാരും എന്താ പറഞ്ഞ പടമൊക്കെ? വെരി ഹാപ്പി. സിനിമ കണ്ടിട്ട് എൻ്റെ അച്ഛനമ്മയും എൻ്റെ ബ്രദറും നാട്ടിൽ ഉണ്ടായിരുന്നു. ബ്രദർ ഇപ്പോൾ തിരിച്ചു പോയി. ഫസ്റ്റ് ടൈം ആണോ അവര് നാട്ടില് സിനിമ? അതെ അതെ അതെ. അതെങ്ങനെയാ അറിയാം? അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അവര് ഒരു റിലീസിന് വന്നിട്ടില്ലല്ലോ. അവരെ അവിടെ നിന്ന് കാണും, അവർക്ക് അവിടെ നിന്ന് കാണാൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ അവരുടെ ഫാമിലി ഫ്രണ്ട്സിലൂടെ ഒക്കെ കണ്ടിട്ട് അങ്ങനത്തെ എന്ന് വെച്ചാൽ അവിടെ മറ്റേ മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ, അപ്പൊ അവിടെ നിന്ന് കാണും. എല്ലാ സിനിമയും അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് കണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവരൊന്ന് തിയേറ്ററിന് ലൈക്ക് എന്നെ വീഡിയോ കോൾ ചെയ്തിരുന്നു അവിടെ നിന്ന് കണ്ടിട്ട്. അച്ഛനും അമ്മയും അമ്മമ്മേനും ഓടിയെന്ന് വെച്ചാൽ ഞാൻ പ്രൊമോഷൻ്റെ പോയിരുന്നു. അപ്പോൾ അവിടെ തിയേറ്ററിൽ നിന്ന് തന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഈ ഞാൻ ലൈക്ക് ഇവർ സംസാരിക്കുമ്പോൾ അവർ തിയേറ്ററിൽ നിന്ന് തന്നെ ആ എക്സൈറ്റ്മെൻറ്റിൽ സംസാരിക്കുകയാണ്. അപ്പം ചുറ്റുമുള്ള ആൾക്കാർക്കൊന്നും ഈ വ്യക്തിയാണ് ഇതെന്നുള്ളത് കണക്ട് ആവുന്നുണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി, ആ ഒരു ഡിഫറൻസ് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാന്നൊക്കെ പറഞ്ഞ് വെരി ഹാപ്പി. ശരിക്കും അവര് എപ്പോഴാ റിയലൈസ് ചെയ്യണേ ഈ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, കുറച്ചുകൂടെ ആളുകൾ കണ്ടാൽ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള ഇത് അവരെപ്പോഴാണ് ശരിക്കും റിയലൈസ് ചെയ്തേ? ലൈക്ക് ഓഡിയൻസ് തിരിച്ചറിയുന്നത് ഐ തിങ്ക് അവരത് അത്രയും കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ അവര് ഇപ്പം നമ്മൾ അങ്ങനെ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പം റീസെൻ്റ്ലി ഈ സിനിമേൻ്റെ ഇപ്പം കുറച്ച് മുന്നേ ഇപ്പോൾ വന്നപ്പോഴാണ് ഐ തിങ്ക് കുറച്ചും കൂടെ അത് കാണുന്നത്. എൻ്റെ ജസ്റ്റ് ഹാപ്പി. ലൈക്ക് ഞാൻ ചെറുതാകുമ്പോൾ പെർഫോമിങ്ങിലാണ് എൻ്റെ ഇൻട്രസ്റ്റ്. അപ്പം അതിനുള്ള അപ്രീസിയേഷൻ ഇപ്പം ഡാൻസിങ് സിംഗിങ് ആണെങ്കിലും അവിടെ നിന്ന് കിട്ടുമ്പോഴും ദേ ഓൾവേസ് വെരി ഹാപ്പി. അപ്പം അതൊക്കെ അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ്. ദേ ജസ്റ്റ് ഇങ്ങനെ എനിക്കൊരു സ്മൈലിംഗ് ഫേസ് ഉള്ളത് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവരിങ്ങനെ ചിരിച്ചിട്ടുണ്ടാവും. ഈ ശരിക്കും ഇപ്പൊ സൗബിക്കയുടെ കൂടെ അല്ലെങ്കിൽ ബേസിലൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ ഇവരും ഡയറക്ടേഴ്സ് ആണല്ലോ. അപ്പൊ ഇവർക്ക് ഭയങ്കര വിഷ്ണുവോടുകൂടി ആയിരിക്കും ഇവരൊരു സീനിനൊക്കെ അപ്രോച്ച് ചെയ്യണൊക്കെ. ശരിക്കും അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഈ അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്താ? ഈ അവര് ലൈൻസ് പഠിക്കുന്നതും അല്ലെങ്കിൽ അവര് ശരിക്കും എങ്ങനെ അവരുടെ ക്യാരക്ടറൊക്കെ പ്ലേ ചെയ്യാൻ പോണെന്നൊക്കെ. ഇതിൽ ആക്ച്വലി 5 ഡയറക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് അമ്പുക്ക ഡയറക്ടറാണ്, ഷൈജുക്ക, സൗബിക്ക, ബേസിൽ ചേട്ടൻ ആൻഡ് നമ്മൾ ആക്ച്വൽ ഡയറക്ടർ. പക്ഷെ ഇവരാരും ഡയറക്ടർ ശ്രീരാജിനെ അവരെ ഓവർ ഷാഡോ ചെയ്യാൻ നോക്കിയിട്ടില്ല. അപ്പം സീൻസ് ചെയ്യുമ്പം ലൈക്ക് നമുക്കാണെങ്കിൽ അവിടെ സെറ്റിലുള്ളപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു പോസിറ്റിവിറ്റി ഇങ്ങനെ വരുന്ന ഒരാളാണ്. പക്ഷേ ഒരു ഡയറക്ടർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ നിന്ന് ഒന്നും പറയാറില്ല. ഷൈജൊക്കെ ആണെങ്കിലും ഒരു ഡയറക്ടറിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് അവിടെ നിന്നും പറയാറില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. ആൻഡ് ഓൾസോ ബിക്കോസ് നമ്മൾ ഡയറക്ടറിന് കറക്റ്റ് ഐഡിയ ഉണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നിട്ടില്ല. സൗബിക്ക് ഞാൻ മുന്നേ 2 സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, ഡാർവിൻ്റെ പരിണാമം, CIയും. പക്ഷെ കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അഭിനയിക്കുന്നത് ഇപ്പോഴാണ് ഒരുമിച്ച്. അപ്പം ദ തിങ് ഈസ് അങ്ങനെ ഫീഡ്ബാക്ക് ആയിട്ട് ഐ തിങ്ക് അഭിനയിക്കുമ്പോൾ നമ്മളൊരു കോ ആക്ടറിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളൂ. ബേസിൽ ലൈക്ക് ആളും ലൈക്ക് അഭിനയിക്കുമ്പോഴുള്ള ടൈമിംഗ് ഒക്കെ ഉള്ള ഒരു രീതിയിലാണ്. ഡയലോഗ്സ് കൂടുതൽ ബേസിൽ ചേട്ടൻ്റെ കൂടെയാണ്. അപ്പം അത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് ഒരു ഡയറക്ടറിൻ്റെ രീതിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഐ തിങ്ക് സൗബിക്കിൻ്റെ കൂടെയാണ് കുറച്ചുകൂടി ഇമോഷണൽ സീക്വൻസസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ ഒരു അഭിനയിക്കുന്ന രീതിയും ആൾക്ക് ആ ഒരു ഇന്നസെൻസോടെ ഇമോഷൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് പറ്റുന്ന ഒരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആളുടെ സിനിമകൾ വേറെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിലുള്ള ഒരു നാച്ചുറാലിറ്റി ഒക്കെ കാണുമ്പോൾ ലൈക്ക് ഒരു ഭയങ്കര ഇഷ്ടത്തോടെയാണ് കാണുന്നത്. അപ്പോൾ ബേസിൽ ആണെങ്കിൽ എൻ്റർടൈനിങ് ഒരു വേറെ ഷെയ്ഡാണ്. സോ ഐ തിങ്ക് ഇവർ ഓൺ സ്ക്രീനെക്കാട്ടും ഓഫ് സ്ക്രീനുള്ള ഒരു പെർസോണയാണ് ഇവരുടെയൊക്കെ കുറച്ചും കൂടെ എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഫണ്ണാണ്. യൂണിവേഴ്സിലൊക്കെ എൻ്റർ ആയതൊക്കെ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെ അദ്ദേഹം ഈ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം? കാരണം ഒരു റിതം കീപ്പ് ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെ ഒരു ഭയങ്കര വൈബാണല്ലോ. നല്ല സെറ്റ് മുമ്പോട്ട് കൊണ്ടുപോകുക, വൈബ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ ഓഫ് സ്ക്രീൻ ശരിക്കും ഭയങ്കര ഫണ്ണാണ്. ആള് ഈ കാണുന്ന പോലെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഹീസ് വെരി എനർജറ്റിക്, ഭയങ്കര ബബ്ലിയാണ്. ആൻഡ് ലൈക്ക് ഇവരൊക്കെ ഉള്ളതുപോലെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക്കോ അങ്ങനെ ഭയങ്കര ഒരു അങ്ങനത്തെ രീതിയിലല്ല, ഭയങ്കര സിമ്പിൾ ആൻഡ് ലൈക്ക് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയും ഫണ്ണാണ്. അപ്പം ഈ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. എന്തോ എന്നെയോ തിങ് സൗബിക്ക് അങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ കളിയാക്കില്ല. ആൾ കുറച്ചുകൂടെ ലൈക്ക് ഇതാണ്. അപ്പം ആൾക്കിങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് കഴിച്ചാൽ അത് കഴിച്ചാൽ ആൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സിനിമയിൽ എന്നോട് വെയിറ്റ് കൂട്ടാൻ പറഞ്ഞിരുന്നു. അപ്പം കൂടുന്നത് എളുപ്പമാണല്ലോ, അപ്പോൾ സെറ്റിൽ തിന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറയ്ക്കാനാണ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. അപ്പം ആൾക്ക് അങ്ങനത്തെ രീതിയിൽ ചില്ല് ചെയ്യാനുള്ള ഒരു വൈബാണ്. ബേസിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കാൻ നോക്കുമ്പം തിരിച്ച് ഞാൻ ഇങ്ങനെ അങ്ങനെ പറയുന്ന പറഞ്ഞാൽ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ട് അത് ഇതാക്കും. സോ
പക്ഷെ എല്ലാം ഇറ്റ്സ് ലൈക്ക് ഓൾ ഇൻ ഫൺ. ലൈക്ക് ഇപ്പോൾ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നതാണെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെ പറ്റി അറിയില്ലായിരുന്നു. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂസ് ഇങ്ങനെ അവരോട് ചോദിക്കുമ്പോഴാണ് ഈ യൂണിവേഴ്സിനെ പറ്റി ഞാൻ വിചാരിച്ചത് മറ്റേ മിന്നൽ മുരളീൻ്റെ എന്തോ അതിൽ വേറെ ക്യാരക്ടേഴ്സ് വരാൻ പോകുന്നത് ലൈക്ക് ബിക്കോസ് നമ്മളിപ്പോൾ മാർവൽ, ഞാൻ സൂപ്പർ ഹീറോ ലൈക്ക് ഫാനാണ്. അപ്പം അതുപോലെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഇവർ എന്ന് വെച്ചാൽ സിനിമേനെ പറ്റിയിട്ടും ചോദിക്കുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. പിന്നെയാണ് മനസ്സിലായത്. പിന്നെ എന്തായാലും അതിലോട്ട് ഭയങ്കര സ്വാഗതം ചെയ്തതിൽ വളരെ കൊള്ളാമോ അറിയില്ല. അതെ, വളരെ മനോഹരമായിട്ടുണ്ട്. ശരിക്കും അമ്പുക്ക് എങ്ങനെ സെറ്റില് ഞങ്ങക്ക് അദ്ദേഹത്തിനെ പറ്റി കാര്യമായൊന്നും അങ്ങനെ എവിടെയും പിടിതരാത്ത ഒരാളാണെന്നുണ്ട്. സിനിമകൾ മാത്രമാണ് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ എങ്ങനെ ശരിക്കും സെറ്റിലും അത് എങ്ങനെ സംസാരിക്കുന്നതും ഇവരൊക്കെ ആ ഒരു ഗ്രൂപ്പ് ഫുള്ളും എനിക്കിപ്പോൾ മനസ്സിലായത് ഇപ്പം അങ്ങനെയാണ്. അവർക്ക് ഔട്ട്സൈഡ് വേൾഡിൻ്റെ അടുത്ത് അവരുടെ വർക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ്. ഇപ്പം അമലേട്ടനാണെങ്കിലും അമ്പുക്കാണെങ്കിലും ഷൈജൊക്കെ ആണെങ്കിലും പിന്നെ ഇവരെയൊക്കെ കൂടെ കഴിയുമ്പം സംയുക്ത മീറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആണെങ്കിലും കൈൻഡ് ഓഫ് സംസാരിക്കില്ല എന്നല്ല, പക്ഷെ അവർക്ക് പുറമേ അവർക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് അവരുടെ സിനിമകളാണ്. പേഴ്സണലി ഇൻറ്ററാക്ട് ചെയ്യുമ്പം ഭയങ്കര ഫണ്ണാണ്. ആളെ തമാശകൾ പറഞ്ഞത് ലൈക്ക് നമുക്കിങ്ങനെ എനിക്ക് ഇതുവരെ ഞാൻ വർക്ക് ചെയ്തതിലാണെങ്കിലും ഇപ്പോൾ ലൈഫിലാണെങ്കിലും ഇത്രയും ഒരു എന്താ പറയുക ആൾക്കാരോട് ഇൻറ്ററാക്ട് ചെയ്യുന്ന രീതി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇങ്ങനെ ലൈക്ക് ഭയങ്കര അതിനുള്ള വേർഡ് എനിക്ക് എപ്പോഴും ടേം ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് വെരി നൈസ്. ലൈക്ക് എല്ലാവരുടെ അടുത്തും ഹീസ് ജസ്റ്റ് വെരി ലൈക്ക് ഒരു അപ്രോച്ച് ഉണ്ട്. അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അപ്പം ജസ്റ്റ് എപ്പോഴും കാണുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെ ബെറ്റർ ആവാനാണ് എനിക്ക് തോന്നുന്നത്. ഈ ടീം എല്ലാവരും ഭയങ്കര സ്കിൽഡാണ്. അപ്പം ഐ തിങ്ക് ഇറ്റ്സ് മെയ്ഡ് മീ ബെറ്റർ ലൈക്ക് ആസ് എൻ ആക്ടർ ആണെങ്കിലും ഇപ്പോൾ ഓഫ് സ്ക്രീൻ ആണെങ്കിലും. ഞാൻ ഐ തിങ്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ നമ്മൾ ഈ കൊറോണ ടൈമിലൊക്കെ ഇങ്ങനെ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് അത്രയും സോഷ്യലൈസ് ചെയ്യാണ്ട് കുറച്ചും കൂടെ ഇല്ലെങ്കിൽ തന്നെ വീട്ടിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഭയങ്കര ആൻറ്റി സോഷ്യലായിട്ട് ഈ സെറ്റിൽ എല്ലാവർക്കും അവരൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന രീതികൾ കണ്ടിട്ട് കുറച്ചുകൂടെ ഐ ഫീൽ ലൈക്ക് ഞാൻ എൻ്റെ ബബിളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് പുറത്ത് വരുന്നുണ്ടാണ്. സോ എനിക്ക് ഭയങ്കര ആ രീതിയിലൊക്കെ ഇപ്പോൾ ഇക്കനോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ലൈക്ക് ആളുടെ വൈഫാണെങ്കിൽ കുട്ടികളെ ഫാമിലി ഫുള്ളും ലൈക്ക് it's just very nice. Like I just want to like അവരെ കൂടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കരമായിട്ട് തോന്നും. ആ എല്ലാവർക്കും പുള്ളിനെ കണ്ടാൽ ചോദിക്കാനുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഈ പഴയ സിനിമകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ലാലേട്ടനെ പറ്റിയിട്ടൊക്കെ. ശരിക്കും ആ സ്റ്റോറീസ് ഒക്കെ പുള്ളി ഇങ്ങനെ ഞാൻ ഇതുവരെ ആളോട് സിനിമയെ പറ്റി സംസാരിച്ചിട്ടില്ല. ഇല്ല ആളുടെ സിനിമയാണെങ്കിലും നമ്മളെ സിനിമയെ പറ്റിയിട്ട് പോലും അങ്ങനെ ഓഫ് ദ ടോപ്പിക് ആണോ പുള്ളി ഇപ്പോഴും ജനറലി? ആക്ച്വലി ആയില്ല, ഞാൻ സിനിമകളെ പറ്റി അങ്ങനെ സംസാരിച്ചിട്ടില്ല. എനിക്കിങ്ങനെ ആള് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു രസമാണ്. ലൈക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ സെറ്റത്തൊക്കെ കാര്യങ്ങളും ഇങ്ങനെ അങ്ങനെ ലൈക്ക് വെറുതെ വേറെ കാര്യങ്ങൾ അങ്ങനെ ഇല്ല. ആക്ച്വലി ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇല്ല അങ്ങനെ ആളുടെ സിനിമകളെ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ സിനിമകളെ പറ്റിയിട്ടോ സംസാരിച്ചിട്ടില്ല. അതൊരു ചാൻസ് മിസ് ചെയ്ത്. ഐ ഡോണ്ട് അങ്ങനെയല്ല ആളിങ്ങനെ ഓക്കെ ലൈക്ക് ഐ ഡോണ്ട് ഐ റിയലി ലൈക്ക് ഹിം. ശരിക്കും പണിയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ, കാരണം അതൊരു ആക്ടർ ഡയറക്ടർ കൂടെയാണല്ലോ ഡയറക്റ്റ് ഒക്കെ ചെയ്യണം. അപ്പം ശരിക്കും അതിൻ്റെ ഒരു മൊത്തത്തിൽ പ്രോസസ്സ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ OTT റിലീസായി കഴിഞ്ഞിട്ടും ഒരുപാട് അപ്രിസിയേഷൻസ് അതിനും വരുന്നുണ്ട്. ശരിക്കും എങ്ങനെ പണിയിലൊക്കെ പ്രോസസ്സ് ശരിക്കും എങ്ങനെ എൻജോയ് ചെയ്ത്? പണിയിൽ എന്നെന്താ ഞാൻ ആ ടൈമിൽ ജസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും എനിക്ക് തോന്നി കല്യാണത്തിന് അറ്റൻഡ് ചെയ്തത് അറിഞ്ഞിട്ടാന്ന്. പക്ഷെ ആ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയിട്ട് പിന്നെ വന്നിട്ടുള്ള ടൈമായിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ വീഡിയോസ് സർക്കുലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പം ആള് ലൈക്ക് ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ജോജേട്ടനെയാണ് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തത്. അപ്പം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ലൈക്ക് സ്പെഷ്യൽ ഒരു ക്യാമിയോ പോലത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്യുക. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ ഈ ഡയറക്റ്റ് ചെയ്യാണ്. അപ്പം അങ്ങനെ നമ്മളോട് ചോദിക്കുമ്പം എനിക്ക് നോ പറയാൻ ലൈക്ക് ഒന്നാമത് നോ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ആൾ ഡയറക്ടോറിയലാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഇതിൽ പോയി ചെയ്തതാണ്. അത് ക്യാരക്ടർ പോലീസായിരുന്നു. ഐ തിങ്ക് ഒരു ആക്ടർ ഡയറക്ടർ ആകുമ്പം അവർക്ക് ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ആ ഒരു പ്രോസസ്സിൽ. പിന്നെ കുറച്ചും കൂടെ എന്താ റെസ്പോൺസിബിലിറ്റിയാണ് രണ്ടും ചെയ്യണമല്ലോ. അപ്പം എന്തായാലും അതിൻ്റെ ഐ തിങ്ക് ആക്ഷൻസും ആ സീക്വൻസസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വേണു ചേട്ടനും പിന്നെ ജിൻഡു ചേട്ടനാണ് ക്യാമറ ചെയ്തത്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള രീതിയിൽ ലൈക്ക് ആ വയലൻസ് ഇവന് എല്ലാവർക്കും ഈ ആക്ഷൻ അതൊക്കെ ഇഷ്ടമാണല്ലോ. ഈ ശരിക്കും ആക്ട്രസിൻ്റെ ഒക്കെ എപ്പോഴും മുമ്പ് പറയട്ടെ അവിടെ സ്ക്രീനേജ് എപ്പോഴും ഭയങ്കര
എപ്പോഴും അവരുടെ ഇടയിൽ ഒരു ഭയങ്കര കോൺഷ്യസ് ആവാറുണ്ട്. അല്ലെങ്കിൽ ഈ കുറച്ച് സ്ക്രീനിലേജ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ കുറെ പേര് നോ പറയാറുണ്ട് ആ ക്യാരക്ടർ. ശരിക്കും ചന്ദനിക്ക് അങ്ങനത്തെ ചോയ്സ് ഒക്കെ ഉണ്ട് സ്ക്രീനിൽ? ഞാൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും എന്നെക്കാട്ടും മൂത്തതാണ്. ലൈക്ക് ഇപ്പം അത് തുടങ്ങുമ്പോൾ തൊട്ട് എല്ലാ ക്യാരക്ടേഴ്സും എന്നെക്കാട്ടും മൂത്താണ്. സോ യൂഷ്വലി ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് മാറ്റേഴ്സ്. പക്ഷേ എപ്പോഴെങ്കിലും എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പും പിന്നെ എൻ്റെ ഒരു ലുക്കിലും ചെയ്യണം എന്നുണ്ട്. ഇപ്പോൾ പ്രാങ്കോട് ഷാപ്പ് എന്നോട് ഡയറക്ടർ അതേ പറയുന്നു, കുറച്ചും കൂടെ ഏജ് ഉണ്ട്, അപ്പം അതുകൊണ്ടും കൂടിയാണ് കുറച്ചും കൂടെ വെയിറ്റ് ഒക്കെ വേണം. അതുകൊണ്ടാണ് ആ ലുക്കും ആ രീതിയിലുള്ളത്. ഐ തിങ്ക് സൗബിക്കേൻ്റെയും ഏജ് 2 രീതിയിലുണ്ട് അതിൽ. സോ അത് എനിക്ക് അതിന് ഐ എം നോട്ട് വെരി കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. എനിക്ക് ബേസിക്കലി ഒരു കഥ കേൾക്കുമ്പം എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണെങ്കിൽ ഐ ലൈക്ക് ടു ഡു ഇറ്റ്. ആസ് ഒരു ഓഡിയൻസ് മെമ്പറായിട്ട് എനിക്കത് കാണാൻ തോന്നുകയാണെങ്കിൽ അപ്പോഴല്ലേ നാട്ടുകാർ കാണുള്ളൂ. ശരിക്കും ഈ വെയിറ്റ് കൂട്ടുന്നതിന്റെ കുറയ്ക്കുന്നതിന്റെ ജേർണി എങ്ങനെയാ? കൂട്ടാൻ ഭയങ്കര എളുപ്പമാണ്. എന്താ തിന്നാൽ മതി. കുറയ്ക്കാനാണ് ബുദ്ധിമുട്ട്. കൂട്ടാൻ ഇപ്പം എൻ്റെ അടുത്ത് മാത്രമല്ല, ഈ സിനിമയിൽ ബാബു എന്ന് പറയുന്ന ശിവജി ചേട്ടൻ ക്യാരക്ടർ, ഷാബി ചേട്ടൻ, ഇവർ എല്ലാവരോടും കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ അപ്പം ലുക്ക് ഭയങ്കരമായിട്ട് മാറുമല്ലോ. ആൻഡ് അത് എല്ലാവരോടും കൂട്ടാൻ ലൈക്ക് എന്നോടൊക്കെ പറഞ്ഞു, 3 നേരം ബിരിയാണി കഴിച്ചോ, ലൈക്ക് സന്തോഷം. ലൈക്ക് സന്തോഷം, ഇതനി കുറയ്ക്കണ്ടേ. ഇത് കേട്ടെങ്ങനെ തിരിച്ച് കുറയ്ക്കുന്നതിന്റെ ജേർണിയിൽ തുടങ്ങിയോ? എങ്ങനെയാ തുടങ്ങി ഇങ്ങനെ വരുന്നു. അല്ലെങ്കിൽ കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത സിനിമകളിലൊക്കെ വേറെ കേട്ടിട്ടുള്ളത് കുറച്ചും കൂടെ ഇറ്റ്സ് ലൈക്ക് യങ്ങർ, ലൈക്ക് എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ ഐ എം ലൈക്ക് വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. പക്ഷെ അപ്പം മെലിയണം. ബിക്കോസ് നമ്മൾ വെയിറ്റ് കൂടുന്തോറും കുറച്ചും കൂടെ ഏജ് തോന്നുമല്ലോ, എല്ലാവർക്കും അത് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ എന്താണ് എന്നാ കഴിക്കുന്ന കുറച്ച് വർക്ക്ഔട്ട് ചെയ്യുക, അത്ര തന്നെ. ശരിക്കും അടുത്ത സിനിമ ഏതാ പൈപ്പ് ലൈനിൽ വന്നിട്ടുള്ള സിനിമ? കഥകൾ കേട്ടിട്ട് അതിങ്ങനെ ഫൈനലൈസ് ചെയ്ത് അനൗൺസ് ചെയ്തിട്ടില്ല, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഞാനിപ്പോൾ നമ്മളുടെ പ്രാങ്കൂട് ഷാപ്പിൻ്റെ യുനോ ഡബിങ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ റിലീസ് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മന്ത് ഇങ്ങനെ ഇതിൽ ഇരിക്കുകയാണ്. ബട്ട് ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ തന്നെ അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടിയോ? എങ്ങനെയാ നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു? ഐ തിങ്ക് ഈ സിനിമയിലാണ് എനിക്ക് ഇപ്പം എന്താ പറയുക, ഓരോ സിനിമയിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ വെറുതെ ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ, ആവശ്യമുള്ള രീതിയിലല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനത്തെ കുറേ ലെയേഴ്സ് ഉണ്ടായിരുന്നു ചെയ്യാനാണെങ്കിലും. അപ്പോൾ ആൾക്കാർക്ക് അത് കണ്ടിട്ട് ഇങ്ങനെ അതിൻ്റെ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്, ഡബ് ചെയ്തതിൻ്റെ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആൾക്കാരൊക്കെ ദേ വർ സർപ്രൈസ്ഡ്. സോ അത് ഐ എം ഷുവർ തുടങ്ങുന്നതിന് മുന്നേ ഡയറക്ടറോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും, ഡയറക്ടറോടും ഇക്കനോടൊക്കെ, എന്താ വൈ ചാന്ദിനി എന്നുള്ളത്. അല്ല, ബിക്കോസ് ഈ ഒരു ക്യാരക്ടർ കാണുമ്പം പിന്നെ എന്നെ നേരിട്ട് കാണുമ്പം ഇറ്റ്സ് ലൈക്ക് ഡേ ആൻഡ് നൈറ്റ്, ഭയങ്കര ഡിഫറൻസ് ഉണ്ടല്ലോ. പക്ഷെ അതാണല്ലോ ലൈക്ക് പെർഫോം ചെയ്താൽ മതിയല്ലോ. പക്ഷെ എല്ലാവരും അതാണ് ഫസ്റ്റ് ഡേ ഒക്കെ മീൻസ് പ്രീ പ്രൊഡക്ഷൻ ടൈമിലൊക്കെ ചോദിച്ചു ശരിക്കും എന്താ എന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം? അങ്ങനെ ആദ്യം ചോദിച്ചില്ല, ബിക്കോസ് തന്നെ അവനും വിചാരിക്കില്ലേ ഇവൾക്കും ഡൗട്ട് ആണെങ്കിൽ പിന്നെ നമുക്ക്. പിന്നീട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ലൈക്ക് ആസ് ഇൻ ലൈക്ക് വാട്ട് മെയ്ഡ് യു തിങ്ക് ഓഫ്, വൈ മീ എന്നല്ല ചോദിച്ചേ, എന്താണ് എന്നെ ലൈക്ക് എന്നെ എന്തുകൊണ്ടാണ് മെറിൻ്റെ ആയിട്ട് കണ്ടതെന്ന്. അപ്പോൾ ആൾക്ക് എൻ്റെ മാനറിസംസും എന്തൊക്കെയോ ആളുടെ മൈൻഡിലുണ്ടായിരുന്ന ഒരു ആൾക്ക് എന്നിലൂടെ കാണാൻ പറ്റിയെന്നാണ്. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം കാണുമ്പം ഒബ്വിയസ്ലി മെറിൻ്റെ പോലെയല്ല എന്നെ കാണാണ്ടായിരുന്നത്. അപ്പം എന്തോ ആൾക്കത് വർക്കായി. പിന്നെ ആൾക്ക് ഉദ്ദേശിച്ച രീതിയിലാണ് എൻ്റെ പെർഫോമൻസും വന്നത്. അങ്ങനെയാണ് അപ്പം ആള് പറഞ്ഞത് ആൾ ഉദ്ദേശിച്ച സ്പെസിഫിക്കേഷനിൽ കുറേ എനിക്ക് ഉണ്ടായിരുന്നു, ലൈക്ക് റിയൽ ലൈഫിലും കണ്ടപ്പം. അപ്പം അങ്ങനെയാണ് ഇതാക്കിയത്. ഇവർ അതിൻ്റെ മുന്നേ ഒരു മറ്റേ ഓഡിഷൻ പോലെ ഒരു ഇതെന്തോ പോസ്റ്റർ ഇറക്കിയിരുന്നു. അതൊരു സ്കെച്ചാണ്, ഒരു ബാക്ക് ഷോട്ടാണ് അത്. എന്നിട്ട് നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടാണ് ഞാൻ കണ്ടത്. അത് കണ്ടപ്പം ഒരു മറ്റേ എൻ്റെ ഇൻട്രോ ഉണ്ട്, സെറ്റ് മുണ്ട് ഇട്ടിട്ടാണ്. ആ ഒരു സെറ്റ് മുണ്ട് ഇട്ടൊരു ഗേളിനെയാണ് ആ സ്കെച്ചിലുള്ളത്. അപ്പം ഡയറക്ടർ ശ്രീരാജോട് സിനിമ കണ്ടിട്ടുണ്ടെന്ന്. അപ്പം ശ്രീരാജോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് കിട്ടിയല്ലോ ആളെ എന്നുള്ള രീതിയിൽ. അപ്പം ഞാനും കണ്ടപ്പോൾ ലൈക്ക് ഓക്കെ ലൈക്ക് അപ്പം ഐ എം വെരി ഹാപ്പി ആൾ ഉദ്ദേശിച്ച രീതിയിൽ ഉള്ളൊരു രീതിയിൽ തന്നെ നമ്മളൊക്കെ അത് പോർട്രേ ചെയ്യാൻ പറ്റിയെന്ന്. ഏതാ ഏറ്റവും ഡിഫിക്കൽട്ട് സീൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയ സീൻ ഏതാ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ബുദ്ധിമുട്ടിനെക്കാട്ടും ഒരു നമുക്ക് ഭയങ്കര ലൈക്ക് ആ ടൈമിങ്ങും എല്ലാം കറക്റ്റായി വരേണ്ട ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. ടുവേർഡ്സ് ദി എൻഡ് ഞാനും ബേസിൽ നമ്മളൊരു സീക്വൻസ് ഉണ്ട്, ഒരു ഫോൺ കോളിലൂടെയാണ്. അത് എന്താ വെച്ചാൽ അതെ അതെ
അത് തിയേറ്ററിൽ കണ്ടതാണ്, അതുകൊണ്ട് അതിൽ റിവീൽ ചെയ്യുന്നില്ല. ബട്ട് അത് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈമിങ് ക്യാച്ച് ചെയ്യണം. അപ്പം ഷൈജുക്ക് തന്നെയാണ് മറ്റേ ക്യാമറ പിടിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കുറച്ച് ക്യാമറ ഷോൾഡറിൽ വെക്കുമ്പം അവർക്ക് ആര് വെക്കുകയാണെങ്കിലും അത് ഭയങ്കര ലൈക്ക് വെയിറ്റ് ഉണ്ടാവും. റിഗ് ആണെങ്കിൽ പോലും ഇറ്റ് ബി ഹെവി. അപ്പോൾ അവർക്ക് നമ്മളത് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ അയ്യോ എന്നുള്ള ഇതുണ്ടാവും. പിന്നെ ആളെന്നെ എടുക്കണേന്നുണ്ടെങ്കിൽ പക്ഷേ ഈസ് വെരി നൈസ്. ലൈക്ക് നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെക്കും. ലൈക്ക് അങ്ങനെ അത് നന്നായിട്ടാണ് വന്നത്. എനിക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇതുവരെ അങ്ങനത്തെ ചെയ്യാത്തൊരു രീതിയിൽ അത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്തിരുന്നില്ല. ഡയറക്ടർ ഇതാണ് സംഭവം, അപ്പം എൻ്റെ രീതിയിൽ ചെയ്യാനുള്ള സ്പേസ് ഭയങ്കരമായിട്ട് തന്നിരുന്നു. ആ സീക്വൻസ് ആണ് ഡെഫിനറ്റ്ലി. അത് ലൈറ്റിംഗ് ഒക്കെ വെച്ചത് ലൈക്ക് രാത്രിയാണ്. സോ എൻ്റെ കയ്യിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, അത് വെച്ചിട്ടാണ് മെയിനായിട്ട് ലൈറ്റ് ചെയ്യേണ്ടത്. അപ്പം ഷൈജുക്ക് എൻ്റെ ഇത് ഇങ്ങനെയൊക്കെ പിടിച്ചാൽ നിന്റെ മുഖത്ത് കുറച്ചുകൂടി ലൈറ്റ് ഉണ്ടാവും. അപ്പം ലൈക്ക് ഓക്കെ ലൈക്ക് സോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ആ പ്രോസസ്സിൽ. ലൈക്ക് ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, എങ്ങനെ ഇനിയിപ്പോൾ കരിയർ മുമ്പോട്ട്, അടുത്ത സിനിമ ഇനി എന്താ? ശരിക്കും പ്രാവൻകൂട് ഭയങ്കര ഒരു റിയലൈസേഷൻ കൂടെ തന്നല്ലോ. നമുക്ക് സിനിമ കുറച്ചുകൂടെ ചെയ്യാൻ, ഇങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രാവൻകൂട് തന്ന കോൺഫിഡൻസിൽ ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായി നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ഒന്നും നടക്കില്ല. ഇപ്പം എന്താ കൊറോണ സമയത്തിന് മുന്നേ കുറേ സബ്ജക്ട്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൊറോണ സംഭവിച്ചു. കൊറോണയ്ക്ക് എവിടെയായിരുന്നു? യുഎസിലായിരുന്നോ? ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ലൈക്ക് അതിൻ്റെ ഇടയിൽ പോയി വന്നിരുന്നു. മെയിനായിട്ട് അവിടെ തന്നെയായിരുന്നു. അപ്പം തിങ്സ് ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പോവില്ല. ലൈക്ക് ചില സിറ്റുവേഷൻ എടുക്കാൻ പറ്റാത്ത സിനിമ ഉണ്ടാവും. സോ പക്ഷെ പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടും നന്നായിട്ടാണ് എല്ലാം നടക്കുന്നത്, വിച്ച് ഇസ് ഗ്രേറ്റ്. അപ്പോൾ പ്ലാനിങ് ഇസ് നോട്ട് ദെയർ. ഇപ്പം ഞാൻ എന്തായാലും എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. സോ ഇനി എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. സോ ഇനി ഇന്ത്യയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ആ എസ്റ്റാബ്ലിഷ്മെന്റ് ഇനി ഇവിടെ ആയിരിക്കും. ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പം കേട്ടതിൽ ഇഷ്ടപ്പെട്ടൊക്കെ മലയാളം തന്നെയാണ്. ഐ ഫീൽ ലൈക്ക് ഇപ്പം മലയാളത്തിൽ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് കുറേ വരുന്നുണ്ട്. എസ്പെഷ്യലി കുറേ പുതിയ ഡയറക്ടേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ സിനിമയിലാണെങ്കിലും ഡയറക്ടർ തന്നെയാണ് റൈറ്റർ. അതുപോലത്തെ ഒരു കഥ ആൻഡ് ക്യാരക്ടർ ഇനി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പം ഇന്നലെ എൻ്റെ വലിയച്ഛൻ കണ്ടിട്ട് ഹി വാസ് ലൈക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായി, ലൈക്ക് യു നോ ദ ക്യാരക്ടേഴ്സ് സോ നൈസ്. ഇനി ഇങ്ങനെ തന്നെ അല്ലല്ല എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് ആദ്യമായിട്ടായിരിക്കും. വലിയച്ഛൻ ലൈക്ക് വെരി റിനൗൺ കാർഡിയോ സർജൻ ആൻഡ് അങ്ങനെ ഭയങ്കര എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളല്ല. അപ്പം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടിട്ട് ദേ നോ ഐ മിസ് നീസ് അങ്ങനെ കണ്ടിട്ടും കുറേ ഇപ്പം എൻ്റെ പാരൻസിനാണെങ്കിലും ഈ സിനിമയിലൂടെ ആയിരിക്കും ആൾക്കാർ ഏറ്റവും കൂടുതൽ അപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ലൈക്ക് വിളിച്ചിട്ടൊക്കെ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആക്ടിങ് ആണ്. ആൻഡ് അവർക്ക് കാണാനും ദേ ലൈക്ക് ഹൗ ഷീ വർക്ക്സ്. ലൈക്ക് ഐ തിങ്ക് മെറിൻഡ ഇസ് ബ്യൂട്ടിഫുൾ. ലൈക്ക് ഇൻസൈഡ് ആൻഡ് ഔട്ട് ഭയങ്കര ഒരു എടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയ പറഞ്ഞാൽ ലൈക്ക് ഇനി ഇങ്ങനെ തന്നെ ക്യാരക്ടേഴ്സ് ചെയ്യാം. ലൈക്ക് യാ ലൈക്ക് ഇനി ആൾക്കാർ ഇങ്ങനെ എഴുതണമല്ലോ. ലൈക്ക് ഐ ഡോണ്ട് നോ, ഐ ഫീൽ ലൈക്ക് ഷീ ഈസ് വെരി യുണീക്ക്. ഇനി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ലൈക്ക് റിലീസ് ചെയ്യേണ്ട ഈ പ്രസ് മീറ്റിനും ഇന്റർവ്യൂവിലും പോസ്റ്റർ മറ്റേ കോളേജ് വിസിറ്റിനൊക്കെ പോയപ്പോൾ കുറെ ആളുകൾക്ക് ഭയങ്കര ക്രഷ് മൂമെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? എങ്ങനെയാ കാണാൻ ഭയങ്കര കോളേജിൽ പോയത് ഫുൾ ഗേൾ കോളേജ് ആണല്ലോ, ഗേൾസ് കോളേജ് ആയിരുന്നു. അതിന്റെ റീൽസ് ഒക്കെ വൈറലായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ഇൻബോക്സിലൊക്കെ മെസ്സേജ് വന്നോ? എങ്ങനെയാ ലുക്സ് ഓഫ് ബ്യൂട്ടിഫുൾ അങ്ങനെയൊക്കെ? People are nice, they appreciate. The appreciation is always like നമ്മൾ ചെയ്യുന്ന വർക്കിന് appreciation is nice. Like I just say thank you. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ ഭയങ്കര നല്ലൊരു ബ്രേക്ക്. അപ്പോൾ ആ ബ്രേക്കിന് ഭയങ്കര ഒരു അപ്രീസിയേഷൻ, ബ്രേക്ക് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മുന്നോട്ട് ഒരുപാട് സിനിമകൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു so much.